Hi everyone, welcome back to our video presentation for the paper Ways with Words. So we were dealing with this paper for our last class and we discussed something about the poem Once Upon a Time and its introductory part. So we had a session on dealing with Once Upon a Time. So we had discussed something about the author Gabriel Okara, his important works, his background, his personal details. And we got an idea about this poem. This poem is all about what? It's all about a father's complaint about adulthood's hypocrisy. The father is talking to his son, and the conversation is here in this poem. So let's move to the poem without any delay of time. Okay, once upon a time. You can see the poem here, and I'll read and explain for you. Once upon a time, son, they used to loaf with their hearts and loaf with their eyes, but now they only loaf with their teeth. Here you can see very clearly a father is talking to his son about something, and the father complaining that, but now they only loaf with their teeth. ആളുകളെ കുറിച്ച് പറയാണ്, പണ്ടുള്ള ആളുകളെ കുറിച്ച് മകനോട് പറയാണ്. വൺസ് അപ്പോൺ എ ടൈം സൺ, പണ്ടൊരു കാലമുണ്ടായിരുന്നു, പണ്ടൊരിക്കൽ അല്ലെങ്കിൽ എന്താ സംഭവിച്ചിരുന്നെന്ന്, ദ യൂസ്ഡ് ടു ലോഫ് വിത്ത് ദെയർ ഹാർട്ട്സ്. ദ പീപ്പിൾ യൂസ്ഡ് ടു ലോഫ് വിത്ത് ദെയർ ഹാർട്ട്സ്. ആളുകൾ ഹൃദയത്തിൽ നിന്നായിരുന്നു ചിരിച്ചിരുന്നത്, ആളുകൾ കണ്ണ് നോക്കിയിട്ടായിരുന്നു ചിരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ചിരിയുടെ അർത്ഥം മാറി, മീനിങ് മാറി, കണ്ണിൽ നോക്കി ചിരിക്കാതെയായി, അല്ലെങ്കിൽ പിറകി എന്നുള്ള ചിരികളൊക്കെ ആയി. സോ ഇറ്റ്സ് ഗുഡ് ചേഞ്ച് ഇറ്റ് ബൈ ദ ടൈം ചേഞ്ചിങ്. ആൻഡ് ദ സ്പീക്കർ സെയിങ് ടു ഹിസ് സൺ, ബട്ട് നൗ ദേ ഓൺലി ലോഫ് വിത്ത് ദെയർ ടീത്ത്. ഇപ്പോൾ ആളുകൾ പല്ല് കൊണ്ട് മാത്രമേ ചിരിക്കുന്നുള്ളൂ, ജസ്റ്റ് പല്ലിളിച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഹൃദയത്തിൽ നിന്ന് ചിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, കണ്ണിൽ നോക്കിയിട്ട് പുഞ്ചിരിക്കാൻ അല്ലെങ്കിൽ ചിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതൊക്കെ പണ്ടായിരുന്നു എന്ന് പറയണം. വൈൽ ദെയർ ഐസ് ബ്ലോക്ക് കോൾഡ് എ സെർച്ച് ബിഹൈൻഡ് മൈ ഷാഡോ. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അവരുടെ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നപ്പോൾ അവർ പറയുന്നുണ്ട് സെർച്ച് ബിഹൈൻഡ് മൈ ഷാഡോ. ഓക്കെ, ഷാഡോ മീൻസ് അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, മറ്റാളുകളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റാളുകളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ഹാഡ് എ ഗ്ലിറ്ററിങ് ഇൻ ദെയർ ഹേസ്, ദേ ഹാഡ് എ ഹാപ്പിനെസ് ഇൻ ദെയർ ഹേസ്. ബട്ട് നൗ ദ ഹാപ്പിനെസ് ആൻഡ് ദ ഗ്ലിറ്ററിങ്, ദ enthusiastic aspect of the haze has changed. It's faded. Okay, so there was a time indeed they used to shake hands with their hearts, but that's gone, son. എന്നിട്ട് വീണ്ടും പറയാണ്, ഒരു തീർച്ചയായിട്ടും പണ്ടൊരു കാലമുണ്ടായിരുന്നു. ദർ വാസ് എ ടൈം, ഒരു സമയമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ സമയത്ത്? ദ യൂസ്ഡ് ടു ഷെയ്ക്ക് ഹാൻഡ്സ് വിത്ത് ദെയർ ഹാർട്ട്സ്. അവർ ഷെയ്ക്ക് ഹാൻഡ് തന്നിരുന്നത് ഹൃദയത്തിൽ നിന്നായിരുന്നു. ഓക്കെ, ബട്ട് ദാറ്റ്സ് ഗോൺ സൺ. ബട്ട് നൗ ദാറ്റ് ആസ്പെക്ട് ആൾസോ ഫെയ്ഡഡ്. ആ ഒരു അപ്രോച്ചും ഇപ്പോൾ മാറിപ്പോയി. ആളുകൾ ഷെയ്ക്ക് ഹാൻഡ് തരുന്നത് ഹൃദയത്തിൽ നിന്നല്ല ഇന്നത്തെ കാലത്ത്. Now they shake hands without hearts, while their left hand search my empty pockets. അവരുടെ ഒരു കൈ, നമ്മളുടെ വലത് കൈ നമ്മളുടെ കയ്യിൽ അവർ ഷെയ്ക്ക് ഹാൻഡ് തരുന്ന സമയത്ത് അവർ ഇടത് കൈ കൊണ്ട് നമ്മളുടെ പോക്കറ്റ് സെർച്ച് ചെയ്യാണ്, അതിൽ ക്യാഷ് ഉണ്ടോ, ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ആളുകളുടെ ഇന്നത്തെ ഈ ഒരു ഫേക്ക്നെസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മൈ എംറ്റി പോക്കറ്റ്സ്, അതും എനിക്ക് കാലിയായ പോക്കറ്റായിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആളുകൾ പോക്കറ്റുകളാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്, അല്ലാതെ ആളുകളുടെ ഹൃദയത്തെ അല്ല, ഹൃദയത്തിൻ്റെ പരിശുദ്ധിയെ അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പോക്കറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫീൽ അറ്റ് ഹോം കം അഗെയിൻ ദേ സേ, ആൻഡ് വെൻ ഐ കം അഗെയിൻ ആൻഡ് ഫീൽ അറ്റ് ഹോം വൺസ് ട്വൈസ് ദർ വിൽ ബി നോട്ട് ട്രൈസ്. ദെൻ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? ഫീൽ അറ്റ് ഹോം കം അഗെയിൻ. നമ്മൾ കൂട്ടുകാരൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഫീൽ അറ്റ് ഹോം മീൻസ് അവർ പറയും വീണ്ടും വരണം, നിങ്ങൾ വന്നുകൊണ്ട് എനിക്ക് ഹാപ്പിയായി എന്നൊക്കെ പറയും. ആൻഡ് വെൻ ഐ കം അഗെയിൻ ആൻഡ് ഫീൽ അറ്റ് ഹോം, വീണ്ടും പോകുന്ന സമയത്ത്, വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും നമ്മളൊരാളുടെ വീട്ടിൽ പോയാൽ അപ്പോഴേക്ക് അയാൾ പറയും എന്ത്, വീട്ടിൽ വന്നതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ പറയും. ബട്ട് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? ദർ വിൽ ബി നോ ത്രൈസ്. ഓക്കെ, രണ്ട് പ്രാവശ്യം പോയതിനു ശേഷം പിന്നെ ആളുകൾക്ക് ബോറടിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ ഒരു പ്രാവശ്യം ഒരു വീട്ടിലോട്ട് അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിലോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് അയാൾക്ക് അത്രത്തോളം അത് രസിച്ചോളണം എന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ദർ വിൽ ബി നോ ത്രൈസ് മീൻസ് വീണ്ടും നിങ്ങൾ അതിനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആളുകൾക്കത് പെട്ടെന്ന് ബോറാവും. ഓക്കെ, ആളുകൾ മുഖത്ത് നോക്കി പറയും, ചിരിച്ചിട്ട് പറയുന്നുണ്ട് ആളുകൾ എന്ത്,
നിങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ആണ്. ഓക്കെ, ഐ എം വെരി മച്ച് ഹാപ്പി ബൈ യുവർ അറൈവൽ ഹിയർ. ഐ എം വെരി മച്ച് ഹാപ്പി ഫോർ മീറ്റിംഗ് യു ആഫ്റ്റർ ഇയേഴ്സ്. ബട്ട് ഇൻ ഫാക്ട് they had a fakeness in their mind. Okay, so I have learned many things, son. Then father is talking to the son that I have learned many things, son. ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു മകനെ എന്ന് പറയാണ്. I have learned to wear many faces like dresses, home face, office face, straight face, host face. ഒരുപാട് ഫേസ് ഞാൻ ധരിക്കാൻ പഠിച്ചു. മീൻസ് ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് മുഖങ്ങൾ എൻ്റെ മുഖത്ത് കൊണ്ടുവരാൻ ഞാൻ പഠിച്ചു എന്ന് പറയാണ്. മെനി ഫേസസ്, ഒരുപാട് മുഖങ്ങൾ, പല മുഖങ്ങൾ. ഡ്രസ്സുകൾ മാറുന്ന പോലെ, ലൈക്ക് ഡ്രസ്സസ്, നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന പോലെ എൻ്റെ മുഖം ചേഞ്ച് ചെയ്യാൻ ഞാൻ പഠിച്ചു. ഹോം ഫേസ്, എ ഫേസ് അറ്റ് മൈ ഹോം. എൻ്റെ വീട്ടിലെത്തുമ്പോൾ എനിക്ക് ഒരു മുഖമാണ്, ഓഫീസിലെത്തുമ്പോൾ അവിടെ വേറെ മുഖമാണ്, സ്ട്രീറ്റിലെത്തുമ്പോൾ അവിടെ വേറെ മുഖമാണ്, ഹോസ്റ്റലിലെത്തുമ്പോൾ അവിടെ വേറെ മുഖമാണ്. ഓക്കെ, അപ്പോൾ മുഖമൊക്കെ ചേഞ്ച് ചെയ്യാൻ ഞാൻ പഠിച്ചു എന്ന് ഒരു പിതാവ് കുട്ടിയോട് പറയാണ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. ഓക്കെ, ആൻഡ് കോക്ടെയിൽ ഫേസ് മീൻസ് പല തരത്തിലുള്ള മുഖങ്ങൾ. വിത്ത് ഓൾ ദിയർ കൺവേണിങ് സ്മൈൽസ്, അങ്ങനെയുള്ള എല്ലാ മുഖങ്ങൾക്കും എന്തുണ്ട്, അതത് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മുഖത്തിന് ചേർന്ന ചിരി അവിടെ കൊത്തുവെച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ലൈക്ക് എ ഫിക്സ്ഡ് പോർട്രേറ്റ് സ്മൈൽ, ഒരു പിക്ചർ, ഒരു ഇമേജിൽ ചിരിക്കുന്ന പോലെ, ഒരു ഫോട്ടോയിൽ നമുക്ക് ചിരി കാണുന്ന പോലെ ആ ചിരി അവിടെ കൊത്തി വെച്ചിരിക്കുകയാണ്. ഓരോ മുഖത്തിന് അനുയോജ്യമായിട്ടുള്ള ചിരി നമ്മുടെ മുഖത്ത് ആ സമയത്ത് വരുന്നുണ്ട്. ആൻഡ് ഐ ഹാവ് ലേൺഡ് ടു ലാഫ് വിത്ത് ഓൺലി മൈ ടീത്ത്. പല്ല് കൊണ്ട് മാത്രം ചിരിക്കാൻ വരെ ഞാൻ പഠിച്ചിരിക്കുന്നു എന്ന് പറയാണ് മകനോട് അച്ഛൻ പറയാണ്. ആൻഡ് ഷേക്ക് ഹാൻഡ്സ് വിത്തൗട്ട് മൈ ഹാർട്ട്. ആൻഡ് ഐ ഹാവ് ലേൺഡ് ആൾസോ ടു ഷേക്ക് ഹാൻഡ്സ് വിത്തൗട്ട് ഹാർട്ട്. ഹൃദയമില്ലാതെ അല്ലെങ്കിൽ ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടല്ലാതെ എനിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഞാൻ ഇവർ പഠിച്ചു എന്ന് പറയാണ്. ഐ ഹാവ് ആൾസോ ലേൺഡ് ടു സേ ഗുഡ് ബൈ വെൻ ഐ മീൻ ഗുഡ് റിട്ടേൺസ്. ഒരാൾ വരുന്ന സമയത്ത്, അദ്ദേഹം വീട്ടിലൊക്കെ വന്നിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് നേരം സംസാരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പറയാണ് ഗുഡ് ബൈ പറയുന്ന ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, വീണ്ടും കാണാം, തങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്, വീണ്ടും കാണാം എന്ന് പറയേണ്ട ആ ഒരു സമയത്ത് ഞാൻ എന്ത് പഠിച്ചു? വെൻ ഐ മീൻ ഗുഡ് റിട്ടേൺസ്. ഓക്കെ, ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയിരുന്നെങ്കിൽ, ഇയാളൊന്ന് പോയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിലോട്ട് നമ്മൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പോലും എന്ത് ഞാൻ പറയാൻ പഠിച്ചു? ഗുഡ് ബൈ പറയാൻ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും പുറത്ത് നമ്മളെന്താണ്, ആ ഒരു ചിരി മാറ്റി വെച്ചിട്ട്, ആ ഒരു ദേഷ്യം മാറ്റി വെച്ചിട്ട് ആ ഒരു ചിരി ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. when I mean good riddance to say glad to meet you. ഓക്കെ, അടുത്ത ആ ഒരു സെൻറ്റൻസ് ഇവിടെ കറക്റ്റ് ടുഗദർ ആഡ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ടു സേ ഗ്ലാഡ് ടു മീറ്റ് യു, വീണ്ടും കാണാം എന്ന് നമ്മൾ പറയുകയാണ്. ഏ സമയത്ത് ഇനി ഒരിക്കലും കണ്ടുമുട്ടരുത് എന്ന് നമ്മൾ ഉള്ളിൽ പറയുന്ന സമയത്ത് പുറത്ത് നമ്മൾ പറയുകയാണ് വീണ്ടും കാണാം, അല്ലെങ്കിൽ കണ്ടതിൽ സന്തോഷമുണ്ട് എന്നൊക്കെ. വിതൗട്ട് ബീയിങ് ഗ്ലാഡ്, ഒരു സന്തോഷവും ഇല്ലാതെയാണ് നമ്മൾ സന്തോഷമുണ്ടെന്ന് പറയുന്നത്. ആൻഡ് ടു സേ ഇറ്റ്സ് ബീൻ നൈസ് ടോക്കിംഗ് ടു യു ആഫ്റ്റർ ബീയിങ് ബോർഡ്. ഒരുപാട് സമയം നമുക്ക് ബോറടിച്ചിട്ട് ഒരാൾ നമ്മളോട് സംസാരിച്ചതിന് ശേഷം നമ്മൾ പറയാണ് ഇറ്റ് വാസ് എ നൈസ് ടോക്ക് വിത്ത് യു, ബട്ട് ആക്ച്വലി ഇൻ ഫാക്ട് ദ ടോക്ക് വാസ് വെരി ബോർഡ്. ഭയങ്കര ബോറായിട്ടുള്ളൊരു ടോക്കായിരുന്നു, പക്ഷെ നമ്മൾ പറയാൻ പഠിച്ചെന്ത്, നല്ലൊരു രസമുള്ള സംസാരമായിരുന്നു എന്നൊക്കെ. ബട്ട് ബിലീവ് മീ സൺ, then father is talking something serious, but believe me son, പക്ഷെ എന്നെ വിശ്വസിക്കൂ മകനെ, I want to be what I used to be when I was like you. അദ്ദേഹം പറയാണ്, ഞാൻ നിന്നെപ്പോലെ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നുവോ അതെനിക്ക് വേണം എന്ന് പറയാണ്. I want to unlearn all these muting things. ഞാൻ പഠിച്ചിട്ടുള്ള എന്നെ നിശബ്ദമാക്കുന്ന, എൻ്റെ സന്തോഷത്തിൽ കെടുത്തുന്ന ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അൺലേൺ ചെയ്യണം. അതൊക്കെ എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഒഴിവാക്കണം. ഓക്കെ, I want to unlearn them. മോസ്റ്റ് ഓഫ് ആൾ ഐ വാണ്ട് ടു റീലേൺ ഹൗ ടു ലവ്. അതിന് പകരം എനിക്ക് വേണ്ടതാണ് റീലേൺ ചെയ്യാൻ, വീണ്ടും പഠിക്കുക. കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച പോലെ നല്ല ഹൃദയത്തിൽ നിന്ന് ചിരിക്കാൻ, കണ്ണിൽ നോക്കി ചിരിക്കാൻ. ഓക്കെ, അങ്ങനെ ഒരു ചിരി ഒരു ദാനമായിട്ട് ചിരിക്കാൻ വേണ്ടി എനിക്ക് പഠിക്കണം. ഫോർ മൈ ലോഫ് ഇൻ ദ മിറർ ഷോസ് ഓൺലി മൈ ടീത്ത് ലൈക്ക് എ സ്നേക്സ് ബെയർ ഫാങ്സ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കണ്ണടിക്ക് മുമ്പിലിരുന്ന് ചിരിക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ കഴിയുന്നത് എൻ്റെ ടീത്തിന് പകരം രണ്ട് വിഷപ്പാമ്പിൻ്റെ വിഷപ്പല്ലുകളെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഷോ മീ സൺ ഹൗ ടു ലോഫ്, ഷോ മീ ഹൗ ഐ യൂസ്ഡ് ടു ലോഫ് ആൻഡ് സ്മൈൽ
അപ്പോൾ അച്ഛൻ മകനോട് പറയാണ്, എനിക്ക് പഠിപ്പിച്ചതാ, അല്ലെങ്കിൽ എനിക്ക് കാണിച്ചതാ എങ്ങനെ ചിരിക്കണം എന്നുള്ളത്. എനിക്ക് കാണിച്ചതാ എങ്ങനെയായിരുന്നു ഞാൻ പണ്ട് ചിരിച്ചിരുന്നത്, അതുപോലെ എനിക്ക് വീണ്ടും ചിരിക്കണം, അതെങ്ങനെയാണ് ചിരിക്കേണ്ടത് എന്ന് എനിക്ക് കാണിച്ചതാ. അച്ഛൻ മകനോട് റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വൺസ് അപ്പോൺ എ ടൈം വെൻ ഐ വാസ് ലൈക്ക് യു, പണ്ടൊരിക്കൽ ഞാൻ നിന്നെപ്പോലെ ആയിരുന്ന സമയത്ത്, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണോ ഹൃദയത്തിൽ നിന്ന് ചിരിച്ചിരുന്നത്, ആ ഒരു ചിരി എനിക്ക് വീണ്ടും പഠിക്കണം. സോ പ്ലീസ് ടീച്ച് മീ ഹൗ ടു ലവ് വിത്ത് എ kind heart, with a lovely heart, with a beautiful heart. So the father is requesting to the son in the last portion of this poem. So this poem all about a request. Okay, നമുക്കറിയാം ഒരു അച്ഛൻ മകനോട് ഒരു പറയുന്ന റിക്വസ്റ്റ് ആയിട്ടാണ് ലാസ്റ്റ് വരുന്നത്. പക്ഷേ അതിനു മുമ്പ് പറയുന്നുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് ചിരിച്ച പോലെ എനിക്ക് ചിരിക്കണം, കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ ചിരി വളരെയധികം പ്യുവറായിരുന്നു, അഡൾട്ടായപ്പോൾ എൻ്റെ ചിരി മാറി, ഞാൻ പല പല മുഖങ്ങൾ എടുത്ത് ധരിക്കാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് പോം. ഓക്കെ, ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഏതെങ്കിലും വേർഡ്സ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം, ഏതെങ്കിലും ലൈൻസ് കണക്ട് ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ ചോദിക്കാം. യു ക്യാൻ ആസ്ക് ടു മീ എനിത്തിങ് യു വാണ്ട് ഫ്രം ദിസ് പോം. ഓക്കെ, എനിവേ ബൈ, വി ക്യാൻ മീറ്റ് വിത്ത് അനദർ പോർഷൻ. ഓക്കെ, ബൈ, താങ്ക് യു.